ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ഉഗ്രൻ രുചിയിലും ഒരു കിടിലൻ ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായുള്ള ഒരു മസാലക്കൂട്ട് കൊണ്ടാണ് ഈ ഫിഷ് ഫ്രൈ ഇന്നുണ്ടാക്കുന്നത്. ഞാനിന്ന് ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിനായി രോഹു മീനാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനുള്ള മസാലയ്ക്കായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിലുള്ള കടുകാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം മസാലയൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ. ഇനി ഈ മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മീനിൽ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും മീൻ വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിന്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ മീനിന്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടിയൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടിയൊന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.